നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. യുഎസിനും ഇറാനുമിടയിലെ സമാധാന ശ്രമങ്ങളെല്ലാം വിഫലം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. യുഎസ് ആക്രമണം കടുപ്പിച്ചതിനു പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാൻ. ഇറാനു നേരെ മൂന്നാം ഘട്ട ആക്രമണം ആരംഭിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും കനത്ത ആക്രമണം യുഎസ് നടത്തുന്നതായി മാധ്യമങ്ങൾ. ആയത്തുള്ള അലി ഖമനയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നും അത് ഇറാൻ ജനങ്ങളുടെ ആവശ്യവുമാണെന്ന് നിലവിലെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനൈ. ഖമനയുടെ വധത്തിന് പകരം വീട്ടുമെന്നും ഓർമ്മയിൽ നിന്ന് മറഞ്ഞു പോകാത്ത വിധം തിരിച്ചടിക്കുമെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ്. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം. തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ ഇറാനെ ലക്ഷ്യമിട്ട് 1000-ലേറെ മിസൈലുകൾ സജ്ജമെന്ന് ട്രംപിന്റെ ഭീഷണി. സംഘർഷത്തിനിടയിലും സമാധാന ചർച്ചകൾ തുടരാൻ യുഎസ് സമ്മതിച്ചതിനു പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി ഖത്തറിലെത്തി. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനെതിരെ യുഎസ് ആക്രമണം ശക്തമാക്കിയതോടെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ പ്രത്യാക്രമണം നടത്തി ഇറാന്റെ തിരിച്ചടി. UAE, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്കു നേരെയാണ് ആക്രമണം. സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചതോടെ ആശങ്കയിലായി ലോകം. ഒരു കപ്പലിനെയും കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. ഹോർമൂസ് അടച്ചതിന് പിന്നാലെ ഇറാനിൽ യുഎസ് ആക്രമണം ശക്തമാക്കി. ഹോർമൂസിൽ കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാനു നേരെ സൈന്യം മൂന്നാം ഘട്ട ആക്രമണം ആരംഭിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ സൈപ്രസ് പതാകയുള്ള ഒരു കണ്ടെയ്നർ ഷിപ്പിന്റെ എഞ്ചിൻ റൂമിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായും ഒരു ജീവനക്കാരനെ കാണാതായതായും യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. കടലിടുക്കിന്റെ തീരത്തുള്ള ബന്ദർ അബ്ബാസ്, സിരിക്, ബുഷഹർ എന്നീ നഗരങ്ങളിൽ സ്ഫോടനമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണ് യുഎസ് നടത്തുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അനുവാദമില്ലാത്ത വഴിയിൽ കൂടി ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച 1-ലേറെ കപ്പലുകളെയാണ് ആക്രമിച്ചതെന്നും ഇതിനു പിന്നാലെയാണ് കടലിടുക്ക് അടച്ചതെന്നും ഇറാൻ വെളിപ്പെടുത്തി. യുഎസ് ആക്രമണം തുടർന്നാൽ കടുത്ത ആഘാതമുണ്ടാകുമെന്നും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകി. ഇറാൻ തെറ്റായ തീരുമാനമാണ് എടുത്തതെന്നും ഇപ്പോൾ അവർ അതിനുള്ള വില നൽകുകയാണെന്നും യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ നീക്കവുമായി ബന്ധപ്പെട്ട് വീണ്ടും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി ശനിയാഴ്ച ഒമാനിലെത്തിയിരുന്നു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുകയെന്നതാണ് അജണ്ട. ഈ ചർച്ച തുടരവെയാണ് ഇപ്പോൾ ഹോർമൂസ് അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആക്രമണ പ്രത്യാക്രമണങ്ങൾ കണക്കിലെടുക്കാതെ യുഎസും ഇറാനും ചർച്ചകൾ തുടരാൻ സമ്മതിച്ചെന്ന് വെള്ളിയാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. എന്നാൽ ഹോർമൂസിലെ ബദൽ പാതയിലൂടെ പോയ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിനാൽ ജൂൺ 17-ന് പ്രാബല്യത്തിലായ വെടിനിർത്തൽ കരാർ അവസാനിച്ചെന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്നർ എന്നിവർ ഒമാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അരാക്ചിയുടെ സംഘവുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്ന് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്ക് മേലുള്ള ഉപരോധ ഇളവ് റദ്ദാക്കിയതുൾപ്പെടെയുള്ള യുഎസിന്റെ കരാർ ലംഘന നടപടികൾ പിൻവലിക്കുന്നതുവരെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇറാനെന്ന് വാർത്താ ഏജൻസി ഫാർസ് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ യുഎസ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ പിതാവിന്റെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി മുന്നറിയിപ്പ് നൽകി. അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെയാണ് തന്റെ പിതാവിന്റെയും കൂട്ടാളികളുടെയും വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് മൊജ്തബ മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ ചെയ്യാനിരിക്കുന്ന ഈ പ്രതികാരം അനിവാര്യമായും നടപ്പിലാക്കുമെന്ന് മൊജ്തബ പ്രസ്താവനയിൽ പറഞ്ഞു. ഇത് തന്റെയോ മറ്റുദ്യോഗസ്ഥരുടെയോ വ്യക്തിപരമായ സാന്നിധ്യത്തെ ആശ്രയിച്ചില്ലെന്നും ഞങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സംഭവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങൾ ഈ പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്ന് മൊജ്തബ ചൂണ്ടിക്കാട്ടി. അതേസമയം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഈ വിവരം അമേരിക്കയുമായി ഇസ്രായേൽ പങ്കുവച്ചതായും യുഎസ് മാധ്യമങ്ങളായ വാൾസ്ട്രീറ്റ് ജേണലും CNN-ഉം റിപ്പോർട്ട് ചെയ്തു. തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തെ ലക്ഷ്യമിട്ട് 1000 മിസൈലുകൾ സജ്ജമാണെന്ന് ട്രംപ് പറഞ്ഞു. അത്തരമൊരു നീക്കമുണ്ടായാൽ ഇറാനെതിരെ വൻ സൈനിക ആക്രമണം നടത്താൻ യുഎസ് സൈന്യത്തിന് മുൻകൂട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ 1-ാം നമ്പർ ലക്ഷ്യം താനാണെന്നും ട്രംപ് വെളിപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും ശക്തമായതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പ്രതിസന്ധിയിലായി.
സംഘർഷം നീണ്ടുപോയാൽ ഊർജ്ജ വിപണിയിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയും ഇറാനും കഴിഞ്ഞ മാസം യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനു ശേഷം എണ്ണവില യുദ്ധത്തിന് മുമ്പുള്ള നിലയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. എന്നാൽ പുതിയ ഏറ്റുമുട്ടൽ വീണ്ടും വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയ്ക്ക് വിട നൽകി ഇറാനിയൻ ജനത. ഖമനേയുടെ ജന്മനാടായ മഷ്ഹദിലായിരുന്നു ഖബറടക്കം. ഫെബ്രുവരി 28 കൊല്ലപ്പെട്ട ഖമനേയിയെ 131 ദിവസങ്ങൾക്ക് ശേഷമാണ് ഖബറടക്കിയത്. ഒരാഴ്ച നീണ്ടുനിന്ന സംസ്കാര ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളും 4.3 കോടി ജനങ്ങളും പങ്കെടുത്തുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ. ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും പരസ്പരം ആക്രമിച്ച് ഇറാനും US-ഉം. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ലക്ഷക്കണക്കിന് ജനങ്ങൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. മഷ്ഹദിലെ പ്രശസ്തമായ ഇമാം റേസയുടെ പള്ളിയിലാണ് അലി ഖമനേയുടെ സംസ്കാരം നടന്നത്. ഫെബ്രുവരി 28 കൊല്ലപ്പെട്ട ഖമനേയെ 131 ദിവസങ്ങൾക്ക് ശേഷമാണ് ഖബറടക്കിയത്. US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് സംസ്കാര ചടങ്ങുകൾ ഇത്രയധികം വൈകിയത്. ഒരാഴ്ച നീണ്ടുനിന്ന സംസ്കാര ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളും ലക്ഷക്കണക്കിന് ഇറാനിയൻ ജനതയും സാക്ഷികളായി. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യനഗരമായ ഇറാഖിലെ കർബലയും നജാഫും അടക്കമുള്ള ഇടങ്ങളിലൂടെ വിലാപയാത്രയായി സഞ്ചരിച്ച ശേഷമാണ് ഖമനയുടെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹം മഷ്ഹദിലെത്തിച്ച് സംസ്കരിച്ചത്. അലി ഖമനയുടെ ജന്മനാടാണ് മഷ്ഹദി. മഷ്ഹദിൽ ഇമാം റസയുടെ ശവകുടീരത്തോട് ചേർന്നാണ് അലി ഖമനേയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കിയത്. ഇറാനിലെ ഏറ്റവും ആദരണീയമായ ആരാധനാലയവും നിരവധി മുൻ ഇറാനിയൻ ഷാമാരുടെയും 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും അന്ത്യവിശ്രമ സ്ഥലവുമാണ് മഷ്ഹദ്. 9ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ സന്ദർശിക്കുന്നതുമായ സ്ഥലമാണ് ഇമാം റസ മസ്ജിദ്. തനിക്ക് മഷ്ഹദിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്നത് ഖമനയുടെ വ്യക്തിപരമായ ആഗ്രഹമായിരുന്നു. ജൂലൈ 4 ആരംഭിച്ച് ടെഹ്റാൻ, ഖൂം, നജാഫ്, കർബല എന്നീ നഗരങ്ങളിലൂടെ 6 ദിവസമായി തുടർന്ന വിലാപയാത്രയിൽ കോടിക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അമേരിക്കയുടെ ആക്രമണം ടെഹ്റാനിലേക്കും ഛബഹർ അടക്കമുള്ള മറ്റ് പ്രധാന തുറമുഖ നഗരങ്ങളിലേക്കും തുടരുമ്പോഴും ലക്ഷങ്ങളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത്. നിശ്ചയിച്ചതിലും 8 മണിക്കൂറോളം വൈകിയാണ് അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇറാനിലും അയൽരാജ്യമായ ഇറാഖിലുമായി ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ദിവസങ്ങൾ നീണ്ട വിലാപയാത്രകൾക്ക് ശേഷമാണ് ഖമനയുടെ മൃതദേഹം അന്ത്യവിശ്രമത്തിനായി ജന്മനാട്ടിലെത്തിയത്. രാജ്യം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയാണ് ആയത്തുള്ള അലി ഖമനയ്ക്കു വേണ്ടി ഒരുക്കിയത്. ഇറാനിയൻ സൈനിക വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് അലി ഖമനയുടെയും 4 കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം വ്യാഴാഴ്ച രാവിലെ മഷ്ഹദിലെത്തിയത്. അതേസമയം അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ 8 മണിക്കൂറോളം വൈകിയതിൽ US-ന്റെ ആക്രമണങ്ങളുമായി ബന്ധമില്ല എന്ന് ഇറാനിയൻ അധികൃതർ അറിയിച്ചു. പ്രത്യേകം കറുത്ത വസ്ത്രം ധരിച്ച് തെരുവിലൊത്തുകൂടി ജനങ്ങൾ ഇറാൻ പതാകകളും പ്രതികാരത്തിന്റെ പ്രതീകമായ ചുവന്ന കൊടികളുമായാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർക്കെതിരെയുള്ള പ്ലക്കാർഡുകളും ജനങ്ങൾ ഉയർത്തിയിരുന്നു. അമേരിക്കയ്ക്ക് നാശം, പരമോന്നത നേതാവിന്റെ രക്തത്തിന് പകരമായി ട്രംപിനെ ഞങ്ങൾ വധിക്കും തുടങ്ങിയ വാചകങ്ങളടങ്ങിയ ബാനറുകൾ തെരുവുകളിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. നാം ഉയർത്തെഴുന്നേൽക്കണം എന്ന മുദ്രാവാക്യങ്ങളടങ്ങിയ ബാനറുകളും സ്ത്രീകളും കുട്ടികളും കയ്യിലേന്തിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28 US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിലാണ് 36 വർഷം ഇറാനെ നയിച്ച ഖമനയെയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. മാർച്ചിൽ നടക്കേണ്ടിയിരുന്ന സംസ്കാര ചടങ്ങുകൾ യുദ്ധസാഹചര്യങ്ങളും സുരക്ഷാ വെല്ലുവിളികളും കാരണം നീണ്ടുപോവുകയായിരുന്നു. ഖമനയുടെ മകൾ സഹറ ഫദ്ദാഹ് ആദിൽ, ഭർത്താവ് മിസ്ബാഹ് അൽ ഹുദ ബഗേരി എന്നിവരും കുടുംബാംഗങ്ങളും ഉന്നത സൈനിക നേതൃത്വവും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിലൊന്നും അദ്ദേഹത്തിന്റെ പിൻഗാമിയും നിലവിലെ പരമോന്നത നേതാവുമായ ആയത്തുള്ള മൊജ്തബ ഖമനയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായി. പിതാവിന്റെ വിലാപ ചടങ്ങുകളിൽ മൊജ്തബ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്നാണ്
അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമായിരിക്കുന്നത്. അലി ഖമനയുടെ മറ്റു 3 ആൺമക്കളായ മെയ്സം, മസൂദ്, മുസ്തഫ എന്നിവർ ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ലയിൽ ആദരമർപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ TV പുറത്തുവിട്ടിരുന്നു. മുസ്തഫ പൊതുവേദിയിലെത്താത്തത് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുള്ളതിനാലാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലും US-ഉം ലക്ഷ്യമിടുന്നതിനാൽ രഹസ്യ കേന്ദ്രത്തിലാണെന്നാണ് മറ്റൊരു വാദം. മുസ്തഫ തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുസ്തഫയുടെ ശബ്ദ സന്ദേശം പുറത്തുവിടുന്നത് പോലും അപകടമുണ്ടാക്കാമെന്നാണ് ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭരണകൂടത്തിൽ ചാരന്മാരുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വിശ്വസ്തരായ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ മുസ്തഫയുടെ താമസസ്ഥലം അറിയാവൂ. പരമോന്നത നേതാവായിരുന്ന അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും ട്രംപ് പരിഹാസം ചൊരിഞ്ഞു. ചടങ്ങുകളിൽ ജനങ്ങൾ കൂട്ടത്തോടെ വിലപിക്കുന്നതിൽ സംശയം പ്രകടിപ്പിച്ച ട്രംപ് അവ കള്ളക്കണ്ണീരാകാമെന്ന് പറഞ്ഞു. ജനങ്ങൾ ഖമനയെ വെറുത്തിരുന്നുവെന്നാണ് താൻ കരുതിയിരുന്നതെന്നും ട്രംപ് പരിഹസിച്ചു. മാത്രവുമല്ല, ഖമനയുടെ സംസ്കാര ചടങ്ങിനിടെ ആക്രമിക്കാത്തത് ഔദാര്യം കൊണ്ടാണെന്നും ട്രംപ് പറഞ്ഞു. അവരെല്ലാം അവിടെയുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ അവരെ ഒറ്റയടിക്കില്ലാതാക്കാം. പക്ഷേ ഞങ്ങളത് ചെയ്യില്ല. കാരണം ചർച്ച നടത്താൻ ആരെങ്കിലും വേണമല്ലോ. അവർ കരാറിനു വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും US പ്രസിഡന്റ് US മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു. 38 ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ ഭാവം മാറുമെന്ന് ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ അന്ത്യശാസനം. ജൂലൈ 27 നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിഷേധം ശക്തമാക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി. അതിർത്തിയിൽ വൻതോതിൽ സൈന്യത്തെ വിന്യസിച്ച് പാക് ഭരണകൂടം. പാക് സൈന്യത്തിന്റെ വെടിവെപ്പിൽ 60ഓളം പേർ കൊല്ലപ്പെട്ടു. ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ട് ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി കശ്മീരികളുടെ കൈകളിൽ ആയുധങ്ങൾ വെച്ചു നൽകിയത് പാകിസ്ഥാൻ സൈന്യമാണെന്നും പ്രക്ഷോഭ നേതാവ് സർദാർ അമാൻ ഖാൻ. ജനകീയ പ്രക്ഷോഭം 1 മാസം പിന്നിട്ടതോടെ പാക് അധീന കാശ്മീരിൽ രാഷ്ട്രീയ സാഹചര്യം വീണ്ടും സ്ഫോടനാത്മകമാകുന്നു. തങ്ങൾ മുന്നോട്ട് വെച്ച 38 ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ശക്തമായ 2ാം ഘട്ട പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ ഭരണകൂടത്തിന് അന്ത്യശാസനം നൽകി. ജൂലൈ 27 നടക്കാനിരിക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് നിലവിലെ പ്രധാന തർക്കവിഷയം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കാനിരിക്കെ മുസഫറാബാദിലേക്ക് വൻ പ്രതിഷേധ മാർച്ച് നടത്താനാണ് പ്രക്ഷോഭകരുടെ തീരുമാനം. പാകിസ്ഥാനിൽ സ്ഥിരതാമസമാക്കിയ കാശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധീന കാശ്മീർ നിയമസഭയിൽ മാറ്റിവെച്ചിരിക്കുന്ന 12 സംവരണ സീറ്റുകൾ റദ്ദാക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം. ഈ സീറ്റുകൾ വഴി മേഖലയിലെ രാഷ്ട്രീയത്തിൽ പാക് ഭരണകൂടം അനാവശ്യമായി ഇടപെടുന്നുവെന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. പാകിസ്ഥാനിലെ 4.5 ലക്ഷത്തോളം വോട്ടർമാരെയാണ് ഈ 12 സീറ്റുകൾ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ പാക് അധീന കാശ്മീരിൽ നേരിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബാക്കി 33 സീറ്റുകളിലായി 33 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. ഇത് വോട്ടർമാരുടെ പ്രാതിനിധ്യത്തിൽ വലിയ അസമത്വമുണ്ടാക്കി തങ്ങളുടെ സ്വത്വത്തെ ഇല്ലാതാക്കാൻ പാക് ഭരണകൂടം ശ്രമിക്കുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആക്ഷേപം. അതേസമയം 12 സീറ്റുകൾ ഭരണഘടനാ പരിരക്ഷയുള്ളതാണെന്നും എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ഇവ റദ്ദാക്കാനാവില്ലെന്നും ജൂൺ 7 പാക് അധീന കാശ്മീരിലെ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. അഭയാർത്ഥി സീറ്റ് തർക്കത്തിന് പുറമെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് സുതാര്യമായ രീതിയിൽ നടത്താൻ ആവശ്യമായ അന്തരീക്ഷം മേഖലയിൽ ഇല്ലെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ്. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ജനകീയ സമിതികൾ ആഹ്വാനം ചെയ്തത് പാക് സൈന്യത്തെ പ്രകോപിപ്പിച്ചു. സൈനിക ബലത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കാനാണ് പാക് ഭരണകൂടത്തിന്റെ കടുത്ത നീക്കം. വരും ആഴ്ചകളിൽ റാവലക്കോട്ടിൽ വലിയ രീതിയിലുള്ള ജനകീയ മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാർച്ചുകൾ തടയാൻ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കടുത്ത നിയന്ത്രണങ്ങൾ കാരണം അതിർത്തിയിലെ വ്യവസായ മേഖലകളും കച്ചവട സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് പകരം തോക്കിൻ മുനയിൽ അവരെ അടിച്ചമർത്താനാണ് ഇസ്ലാമാബാദ് ശ്രമിക്കുന്നതെന്ന് പ്രാദേശിക നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. സൈന്യത്തിന്റെ വൻതോതിലുള്ള സാന്നിധ്യം അതിർത്തി ഗ്രാമങ്ങളിൽ ഭീതിയാണ് പടർത്തിയിരിക്കുന്നത്. പ്രമുഖ നഗരങ്ങളിലെ പ്രധാന കവലകളിലെല്ലാം കവചിത വാഹനങ്ങളും പ്രത്യേക സുരക്ഷാ പോസ്റ്റുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ക്രമസമാധാനം നിലനിർത്താനെന്ന പേരിൽ വൻതോതിൽ പാക് സൈന്യത്തെയും
അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് റാവലക്കോട്ട് മേഖലയിലാണ് നിലവിൽ ജനങ്ങളും ഭരണകൂടവും തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന അവസ്ഥയുള്ളത്. മേഖലയിലെ ജലവൈദ്യുത പദ്ധതികളുടെ കരാറുകൾ പുനഃപരിശോധിക്കുക, വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം കണക്കിലെടുത്ത് അവശ്യ സാധനങ്ങളുടെ സബ്സിഡി ഉയർത്തുക, സ്വന്തം മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുന്നത് അവസാനിപ്പിച്ച് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുക എന്നിവയാണ് പ്രദേശത്തെ ജനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം അടിച്ചമർത്തൽ മാർഗവുമായാണ് പാക് സർക്കാർ പ്രക്ഷോഭത്തെ നേരിടുന്നത്. ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ നിരോധിച്ചാണ് പാക് ഭരണകൂടത്തിന്റെ ആദ്യത്തെ നീക്കം. പിന്നാലെ പാരാമിലിറ്ററി സേനയെ വിന്യസിച്ചു. ഇന്റർനെറ്റും ആശയവിനിമയ സൗകര്യങ്ങളും റദ്ദാക്കി. സമര നേതാക്കളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അഴിക്കുള്ളിലാക്കി. ഒരു മാസത്തിനുള്ളിൽ 1500-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. നിരായുധരായി പിന്തിരിഞ്ഞോടുന്ന പ്രതിഷേധക്കാരെ പാരാമിലിറ്ററി സേന വെടിവെച്ച് വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചു. ഒരു മാസത്തിനുള്ളിൽ സാധാരണക്കാർ ഉൾപ്പെടെ 60ഓളം പേർ കൊല്ലപ്പെട്ടു. ഈ പ്രദേശത്തെ ആസാദ് കാശ്മീർ എന്നാണ് പാകിസ്ഥാനികൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാരാകട്ടെ പാക് അധീന കാശ്മീർ എന്നാണ് വിളിച്ചു പോരുന്നത്. ഇപ്പോൾ പ്രദേശത്തെ ജനങ്ങളും പാക് അധീന കാശ്മീർ എന്നാണ് വിളിക്കുന്നതെന്ന് അവരുടെ മുദ്രാവാക്യങ്ങളിൽ നിന്നു തന്നെ വ്യക്തം. പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ല എന്നും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നുമാണ് പ്രദേശവാസികൾ ഉയർത്തുന്ന മുദ്രാവാക്യം. സാമ്പത്തിക ആവശ്യങ്ങൾക്കായി തുടങ്ങിയ സമരം ഇപ്പോൾ പാകിസ്ഥാന്റെ പരമാധികാരത്തിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. കാശ്മീരി മേൽ അവകാശവാദം ഉന്നയിക്കാൻ 7 പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഉപയോഗിച്ചു പോന്ന ഇസ്ലാമിക ഐക്യത്തിന്റെ ഭാഷയും അപ്രസക്തമാവുകയാണ്. പകരം കശ്മീരി സ്വത്വം, വിശപ്പ്, മാനുഷിക അന്തസ് എന്നിവയുടെ ഭാഷയാണ് ഇപ്പോൾ തെരുവ് കീഴടക്കുന്നത്. പാക് സൈന്യത്തിന്റെ സാമ്പത്തിക ഉപരോധം കൊണ്ട് ജനം പൊറുതിമുട്ടിയതോടെ ഇന്ത്യ സഹായം എത്തിക്കണമെന്നും നിയന്ത്രണ രേഖയിലെ അതിർത്തി തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭ നേതാക്കൾ രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. അടുത്തിടെ ജനകീയ റാലിയെ അഭിസംബോധന ചെയ്ത ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് സർദാർ അമാൻ ഖാൻ പാകിസ്ഥാന്റെ ഭീകരവാദ അജണ്ടകളെയും പാക് സൈന്യത്തിന്റെ പങ്കിനെയും പരസ്യമായി തുറന്നുകാട്ടി രംഗത്തെത്തിയിരുന്നു. കശ്മീരികളുടെ കൈകളിൽ യഥാർത്ഥത്തിൽ ആയുധങ്ങൾ വെച്ചു നൽകിയത് പാകിസ്ഥാൻ സൈന്യമാണെന്ന് അമാൻ ഖാൻ ആരോപിച്ചു. കശ്മീരികൾക്ക് തോക്കുകൾ നൽകിയവർ തന്നെ ഇന്ന് ഞങ്ങളെ ഭീകരവാദികൾ എന്ന് വിളിക്കാൻ ധാർഷ്ട്യം കാണിക്കുകയാണെന്ന അമാൻ ഖാന്റെ വാക്കുകൾ വലിയ കയ്യടികളോടെയാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത്. ഇതിനിടെ കശ്മീരി ജനതയെ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയ പാകിസ്ഥാനിലെ ഉന്നത നേതാക്കൾ പ്രശ്നം രൂക്ഷമാക്കി. റാവലക്കോട്ടിലെയും മിർപൂരിലെയും താമസക്കാർ ശരിക്കുള്ള കാശ്മീരികൾ അല്ല എന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പ്രകടിപ്പിച്ചത്. ഇന്ത്യ കശ്മീരികളെ അടിച്ചമർത്തുന്നതായി ആരോപിച്ച് അന്താരാഷ്ട്ര തലത്തിൽ കശ്മീരി മുസ്ലിങ്ങളുടെ സംരക്ഷക വേഷം കെട്ടുന്നവർ തന്നെ ഇപ്പോൾ അവരെ അധിക്ഷേപിക്കുകയാണ്. ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദത്തിലായ സൈന്യത്തെ പിടിച്ചു നിർത്താൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ നയിക്കുന്ന പാക് നേതൃത്വം കഠിനമായി ശ്രമിക്കുകയാണ്. ബലൂച്ച് കലാപം ശക്തിയാർജിക്കുന്നു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ സൈന്യത്തിന് നിൽക്കക്കളിയില്ല. തലിബാനികൾ ഡ്രോൺ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ വ്യോമാക്രമണവും തുടങ്ങിയിരിക്കുന്നു. സിന്ധിലും ഗിൽഗിത് ബെൽറ്റിസ്ഥാനിലുമൊക്കെ ജനങ്ങൾ പ്രക്ഷോഭ രംഗത്താണ്. ഇതിനിടെയാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഭക്ഷണത്തിനും സമാധാന ജീവിതത്തിനും വേണ്ടി പാക് സൈന്യത്തോട് പോരാട്ടം നടത്തുന്നത്. അത്ഭുതങ്ങളുടെ രഹസ്യ കലവറയാണ് അന്റാർട്ടിക്ക. 53 കിലോമീറ്ററോളം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന മഞ്ഞിൻ്റെ തൂവെള്ള ആരെയും മോഹിപ്പിക്കും. വെളുപ്പിൻ്റെ ഹൃദയം പിളർന്ന് രക്തത്തിൻ്റെ നിറത്തിൽ വെള്ളമൊഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം ആരെയും വിസ്മയപ്പെടുത്തുന്നതാണ്. കാഴ്ചക്കാരിൽ ഒരേ സമയം ഭയവും അത്ഭുതവും ജനിപ്പിക്കുന്ന ബ്ലഡ് ഫോൾസിനു പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങളെക്കുറിച്ചാണ് അടുത്ത വാർത്ത. അന്റാർട്ടിക്കയിലെ ടൈലർ ഹിമാനിയുടെ നെറുകയിൽ നിന്നും ഒഴുകുന്ന രക്തച്ചാട്ടം 100 വർഷമായി ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസമാണ്. രക്തവെള്ളച്ചാട്ടം അഥവാ ബ്ലഡ് ഫോൾസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. കടും ചുവപ്പ് നിറത്തിൽ കുതിച്ചു ചാടുന്ന ഈ നീരൊഴുക്കിന്റെ നിഗൂഢതകൾ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. അന്റാർട്ടിക്കയിലെ മക്മുർഡോ ഡ്രൈ വാലികളിലെ ടൈലർ ഗ്ലേസിയറിൽ നിന്ന് ബോണി തടാകത്തിലേക്ക് ഒഴുകുന്ന ഈ രക്തചുവപ്പ് നിറമുള്ള വെള്ളച്ചാട്ടം ആദ്യമായി കാണുന്ന ഒരാളിൽ ഒരേ സമയം ഭയവും അത്ഭുതവും ജനിപ്പിക്കും. നോക്കെത്താ ദൂരം പരന്നുകിടക്കുന്ന വെളുത്ത മഞ്ഞിൻ പാളികൾക്കേറ്റ മുറിവിലൂടെ ഒഴുകുന്ന രക്തം പോലെ തോന്നിപ്പിക്കുന്ന ഈ പ്രതിഭാസത്തിനു പിന്നിലെ ശാസ്ത്രീയ രഹസ്യം ശാസ്ത്രജ്ഞർ വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തി.
1911 ബ്രിട്ടീഷ് ടെറാനോവ പര്യവേഷണത്തിലൂടെ പ്രശസ്ത ഓസ്ട്രേലിയൻ ജിയോളജിസ്റ്റ് ഗ്രിഫിത്ത് ടെയ്ലറാണ് ഈ അത്ഭുത പ്രതിഭാസം ആദ്യമായി ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയത്. അതിനുശേഷം രക്തവെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് നിരവധി നിഗമനങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു. കാഴ്ചയിൽ ഭയം ജനിപ്പിക്കുന്ന വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പഠിച്ച ഗവേഷകർ ഇതിനു പിന്നിൽ ഒരു വിധത്തിലുള്ള അമാനുഷിക ശക്തികളോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോ അല്ലെന്ന് മനസ്സിലാക്കി. ഹിമാനികളുടെ ആഴങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരുമ്പിന്റെ അംശം അത്യധികമായി അടങ്ങിയ ഉപ്പുവെള്ളമാണ് ഈ രക്തചുവപ്പിന് കാരണമെന്നും അവരറിഞ്ഞു. അന്റാർട്ടിക്ക സയൻസ് എന്ന പ്രശസ്ത സയൻസ് മാസികയിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസ്മരിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഹിമാനിയുടെ അടിത്തട്ടിൽ രൂപപ്പെട്ട ഒരു പുരാതന ഭൂഗർഭ ജലസംഭരണിയിൽ നിന്നാണ് ഈ വെള്ളത്തിന്റെ ഉത്ഭവം. ഹിമാനിയുടെ അതിശക്തമായ ചലനങ്ങളും ഭാരവും കാരണമുണ്ടാകുന്ന വലിയ സമ്മർദ്ദം ഈ ഉപ്പുവെള്ളത്തെ മഞ്ഞിനുള്ളിലെ രഹസ്യ ചാനലുകളിലൂടെ മുകളിലേക്ക് തള്ളിവിടുന്നു. ഇരുമ്പടങ്ങിയ ഈ വെള്ളം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഓക്സീകരണ പ്രക്രിയ നടക്കുന്നു. ഈ ഓക്സീകരണമാണ് വെള്ളത്തിന് കടും ചുവപ്പ് നിറം നൽകുന്നത്. 2017 അലാസ്ക ഫെയർബാങ്ക്സ് സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ നടത്തിയ റഡാർ ഇമേജിംഗ് പരീക്ഷണങ്ങളാണ് നിർണായക വഴിത്തിരിവായത്. റേഡിയോ എക്കോ സൗണ്ടിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവർ ഹിമാനിക്കടിയിലെ കട്ടിയേറിയ മഞ്ഞുപാളികൾ തുളച്ചുകയറി പരിശോധന നടത്തി. ഈ പരീക്ഷണത്തിലൂടെ ഹിമാനിയുടെ അടിത്തട്ടിൽ ഉയർന്ന മർദ്ദത്തിലുള്ള ജലപാതങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ കണ്ടെത്തി. രക്തവെള്ളച്ചാട്ടമായി പുറത്തേക്കൊഴുകുന്നതിന് മുൻപ് ഈ ഉപ്പുവെള്ളം മഞ്ഞിനുള്ളിലെ ഏകദേശം 300 മീറ്ററിലധികം നീളമുള്ള പാതകളിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് സംഘം കണ്ടെത്തി. അന്റാർട്ടിക്കയിലെ അതികഠിനമായ തണുപ്പിലും ഈ ദ്രാവകം കട്ടപിടിക്കാതെ എങ്ങനെയാണ് ഒഴുകുന്നതെന്ന ചോദ്യത്തിനും ഈ ഗവേഷണത്തിലൂടെ ശാസ്ത്രജ്ഞർ ഉത്തരം കണ്ടെത്തി. മൈനസ് താപനിലയിൽ ഏതൊരു ജലാശയവും നിമിഷങ്ങൾക്കുള്ളിൽ മഞ്ഞുകട്ടയായി മാറുമെന്നിരിക്കെ ഈ വെള്ളച്ചാട്ടം തണുത്തുറയാത്തതിനു പിന്നിലെ രഹസ്യം അതിന്റെ രാസഘടനയാണ്. ഈ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങളുടെ അളവ് സാധാരണ കടൽ വെള്ളത്തേക്കാൾ വളരെ കൂടുതലാണ്. ഈ ഉപ്പുവെള്ളം മരവിക്കാൻ ശ്രമിക്കുമ്പോൾ പുറത്തുവിടുന്ന നേരിയ തോതിലുള്ള താപവും ഹിമാനിയുടെ ചലനത്തിലൂടെ സംഭവിക്കുന്ന ഘർഷണവും ഒത്തുചേരുമ്പോൾ ഭൂമിയിലെ തന്നെ ഏറ്റവും തണുപ്പേറിയ ഈ പ്രദേശത്തും വെള്ളം ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്നു. പുരാതന ഉപ്പുവെള്ളത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സൂര്യപ്രകാശമോ ബാഹ്യ അന്തരീക്ഷമോ ലഭിക്കാതെ മഞ്ഞിനടിയിൽ ജീവിക്കുന്ന അപൂർവ ഇനം സൂക്ഷ്മാണുക്കളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. കഠിനമായ ഈ സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവൻ നിലനിർത്താനുള്ള ഇവയുടെ ശ്രമങ്ങൾ ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ജലകണികകളിൽ സിലിക്കൺ, കാൽഷ്യം, അലുമിനിയം, സോഡിയം തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. സൂര്യപ്രകാശമില്ലാത്ത ഈ ആഴങ്ങളിൽ അവിടെയുള്ള രാസവസ്തുക്കളെ ഉപയോഗിച്ചാണ് ഈ സൂക്ഷ്മജീവികൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ചൊവ്വയിലെ മഞ്ഞുമൂടിയ ഉപരിതലത്തിനടിയിലോ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലെ ഐസ് പാളികൾക്ക് താഴെയോ ഇത്തരത്തിൽ ജീവന്റെ സാന്നിധ്യമുണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് ശാസ്ത്രജ്ഞരെ നയിക്കുന്നതാണ് അന്റാർട്ടിക്കയിലെ ഈ സൂക്ഷ്മാണുക്കൾ. ബ്ലഡ് ഫോൾസ് എന്ന നൂറ്റാണ്ടുകളുടെ നിഗൂഢതയ്ക്ക് ശാസ്ത്രം ഇന്ന് വ്യക്തമായ ഉത്തരം കണ്ടെത്തിയെങ്കിലും പ്രകൃതിയുടെ വിസ്മയകരമായ പ്രതിഭാസങ്ങളിലൊന്നായി ഇത് എന്നും കാഴ്ചക്കാരെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.